ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടാണ് റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷനിൽ കമ്പ്യൂട്ടറിൻ്റെ റോൾ എന്താണെന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് റോൾസുകൾ പറയുന്നുണ്ട്. സിമ്പിളാണ്, നോട്ട് സിമ്പിളാക്കിയിട്ട് തന്നിട്ടുണ്ട്, പഠിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഓട്ടോമേഷനാണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമേറ്റ് റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഇൻക്രീസിങ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി, അല്ലേ? പ്രൊഡക്ടിവിറ്റിയും അതുപോലെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടാസ്ക് റിപ്പീറ്റഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നത് കൊണ്ട് നമ്മളെ പ്രൊഡക്ടിവിറ്റി നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രോസസ്സുകൾ പെട്ടെന്ന് തീർക്കാൻ ടൈം എടുക്കാതെ പെട്ടെന്ന് എടുത്ത് തീർത്ത് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂടിയാൽ സെയിൽ കൂടും, സെയിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ടാസ്കുകൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് ഓട്ടോമേറ്റഡ് ആയത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ മാനേജ്മെൻ്റ് ആണ്. ഡാറ്റ മാനേജ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് സ്റ്റോർ, പ്രോസസ് ആൻഡ് അനലൈസിസ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ എനേബിളിംഗ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ കൊടുക്കുന്ന ഡാറ്റയെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, പ്രോസസ്സിങ് നടത്തുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു, സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നു എന്നാണല്ലോ അതിൻ്റെ 4 ഓപ്പറേഷൻസ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസുകൾ അഥവാ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും പ്രോസസ്സ് നടത്തുകയും അനലൈസ് നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, പെട്ടെന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു, അല്ലേ? ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ നല്ലൊരു പങ്ക്, അല്ലെ, വൈറ്റ് റോളായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് സെക്ഷനിൽ മാനേജസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻവോയ്സിങ് ആൻഡ് അക്കൗണ്ടിങ് ഓപ്പറേഷൻസ്. ഫിനാൻസിലും അതുപോലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുകൾ മാനേജ് ചെയ്യാനും അതിൻ്റെ ഇൻവോയ്സും അതുപോലെ അക്കൗണ്ടിങ് ഓപ്പറേഷൻസുകളൊക്കെ നടത്തുന്നത് ആരുടെ റോളാണ്? കമ്പ്യൂട്ടറിൻ്റെ റോളാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിലും അതുപോലെ ഫിനാൻസ് സെക്ഷൻസിലും എന്താണ്, കമ്പ്യൂട്ടർ നല്ലൊരു റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റിൽ കസ്റ്റമേഴ്സ് റിലേഷൻ, അല്ലെ, കസ്റ്റമേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് CRM എന്ന് പറയുന്നത്. അപ്പോൾ CRMലും നമുക്ക് എന്താണ്, മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാനും അത് ഇൻട്രാക്ഷൻ നടത്താനും കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാനും സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ റോള് അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സപ്ലൈ ചെയിനിലും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇൻവെൻട്രി ഒപ്റ്റിമൈസ് ചെയ്യാൻ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇൻവെൻട്രി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോജിസ്റ്റിക് അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോസസ്സ്, ലോജിസ്റ്റിക് ആയിട്ട് നമ്മൾ, അല്ലേ, എത്തിക്കുക എന്നുള്ളതാണ്. ആവശ്യക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് എത്തിക്കുക. അങ്ങനെ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോസസ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് അതുപോലെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലും കമ്പ്യൂട്ടറിൻ്റെ റോള് ഉണ്ട്. ഇ കൊമേഴ്സിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഓൺലൈൻ സെയിൽസ് നടക്കുന്നുണ്ട്, പിന്നെ അതുപോലെ ഓൺലൈൻ ബാങ്കിങ്ങൾ നടക്കുന്നുണ്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, അല്ലേ? കസ്റ്റമർ എൻഗേജ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനൊക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സംഗതിയിലും എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ റോള് നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സ്, നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സാണ്. അതിൽ പറയും മാനേജ് എംപ്ലോയി ഡാറ്റ, പേറോൾസ്, ബെനിഫിറ്റ്സ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. പേറോൾസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡാറ്റകൾ, പേറോൾസുകൾ, അതുപോലെ അവർക്ക് കിട്ടുന്ന ബെനഫിറ്റുകൾ, അവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നത്, ഇതിനൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സഹായം തേടുന്നുണ്ട്. നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലും എന്തുണ്ട്, കമ്പ്യൂട്ടർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ദെൻ സെക്യൂരിറ്റി, ഡാറ്റകൾ കിട്ടിയ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റയാണെങ്കിൽ, കിട്ടിയ ഡാറ്റയാണെങ്കിൽ, ഔട്ട്പുട്ടാണെങ്കിലും ഇതൊക്കെ എന്താണ്, ഒരു സെക്യൂരിറ്റി മെഷേഴ്സിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ റോളുകൾ പറയുന്നത്. റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ
ബിസിനസ് ഓർഗനൈസേഷൻ. ഇത് സിമ്പിളായിട്ട് നിങ്ങൾ പോയിൻ്റ് വൈസിൽ തന്നെ പഠിക്കുക. ഓട്ടോമേഷനാണ്, ഡാറ്റ മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ വരുന്നുണ്ട്, CRMൽ വരുന്നുണ്ട്, സപ്ലൈ ചെയിനിൽ വരുന്നുണ്ട്, ഇ-കൊമേഴ്സിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ HR വരുന്നുണ്ട്, റിസർച്ചിൽ വരുന്നുണ്ട്, സെക്യൂരിറ്റി ആയിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൽ പറയുന്നത്.